Good morning. Good morning. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെ? സ്ട്രാറ്റജീസ് പറഞ്ഞോ. ഏതൊക്കെയാണ് സ്ട്രാറ്റജീസ് ഓർക്കുന്നുണ്ടോ? പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിങ്, ഏതായിരുന്നു പറഞ്ഞോ? പ്രമോഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. Development of a new product or redesigning an old one. Okay. അപ്പൊ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റീഡിസൈനിങ് ഓൾഡ് വൺ, അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റും? നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റീഡിസൈൻ പുതിയത് അല്ലെ, ഓൾഡ് വണ്ണിനെ നമ്മൾ റീഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയത് ഓർക്കുന്നുണ്ടോ? ഏതാണ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ലേ? വായിച്ചില്ലപ്പോ? കൊക്കക്കോള അല്ലെ? ഓക്കെ. ഒരു പുതിയ പഴയ പ്രൊഡക്റ്റിനെ നമ്മൾ റീഡിസൈൻ ചെയ്ത് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴുള്ള ഒരു 6 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു 6 സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. Idea born in the minds of an individual or group. Okay, ഒരു പുതിയൊരു കൺസെപ്റ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുക, വികസിപ്പിക്കുക. അതെങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ ഒരു കൂട്ടമായിട്ടിരുന്ന്, ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വരുന്ന ഐഡിയാസ് ആയിരിക്കാം നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്നത് അല്ലെ? ചിലപ്പോ കൂട്ടമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. കൂട്ടമായിട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നതായിരിക്കാം തീരുമാനങ്ങള്. അതുപോലെ തന്നെ കൂട്ടമായിട്ടിരുന്ന് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഐഡിയ കിട്ടിക്കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? സ്ക്രീനിങ് അല്ലെ, സൂക്ഷ്മ പരിശോധന. ഇനി എന്താണ് നോക്കി, അതിന്റെ 2 പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് നോക്കണം? കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പോ ഞാനാണെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് വേണം, അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ശരിയായ സെയിൽസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, കറക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽ നടത്താൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. ഇനി എന്താണ്? ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. പിന്നീടാണ് നമ്മള് ഡിസിഷൻസ്, തീരുമാനങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സെയിൽസ് നമുക്ക് കൂടുതൽ ആ പ്രൊഡക്റ്റിനെ കൊണ്ട് വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്ത് പിന്നീട് നമ്മുടെ ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ചെക്ക് ലിസ്റ്റ് അല്ലെ, ചെക്ക് ലിസ്റ്റിന്റെ ആ ലിസ്റ്റിലെ ഫാക്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കണം. ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഓക്കെ,
ക്വാളിറ്റി നോക്കണം അല്ലെ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ മാർക്കറ്റിൽ ഇറക്കേണ്ടത്. പിന്നെ എന്താണ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്, അത് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടോ, അവൈലബിൾ ആണോ. അതുപോലെ തന്നെ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്, ലേബേഴ്സ് ഉണ്ടോ, വർക്കേഴ്സ് ഉണ്ടോ അല്ലെ, വർക്കേഴ്സ് ഉണ്ടോ എന്നുള്ളത്, സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്, അവൈലബിൾ ആണോ. ഇനി എന്താ, കമ്പനീസ് ക്യാപ്പബിലിറ്റി, കമ്പനിക്ക് അത്തരത്തിലുള്ള കഴിവ്, ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താ, ഫെസിലിറ്റീസ് റിക്വയർഡ്, എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് കൂടി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് തേർഡ് സ്റ്റെപ്പ്, ബിസിനസ് അനാലിസിസ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, എന്താണ്, മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ, കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാല് സമഗ്രമായിട്ടുള്ള വിപണി സാധ്യത നിലനിർത്തുക. എന്താണ് ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിലുള്ള സമഗ്രമായിട്ടുള്ള വിപണി സാധ്യത നിലനിർത്തുക. എന്താണത് പറഞ്ഞാല്, ആദ്യം നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവന്നു അല്ലെ, അതുപോലെ തന്നെ അതിന്റെ എന്താണ് ക്വാളിറ്റി, റോ മെറ്റീരിയൽസ്, ക്യാപ്പബിലിറ്റി, ഇതൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തി. ഇനി ആ പ്രൊഡക്റ്റ് വിപണിയിൽ എത്രമാത്രം വിറ്റഴിഞ്ഞു പോകും എന്നുള്ളത് വിലയിരുത്തണം അല്ലെ. നമ്മള് എന്താണ് സൂക്ഷ്മ പരിശോധനകൾ നടത്തി അത് മാർക്കറ്റിൽ ഇറക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റഴിഞ്ഞു പോകുമോ, എത്രമാത്രം സെയിൽ ഉണ്ടാവും എന്നുള്ളത് നോക്കണം. അങ്ങനെ വിപണിയിൽ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് മാർക്കറ്റ് റിസർച്ച് നടത്തി അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ മാർക്കറ്റിൽ ഇറക്കേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ വിൽക്കേണ്ടത്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ്, പ്രൊഡക്ഷൻ നടത്താനായിട്ടും പ്രമോഷൻ നടത്താനായിട്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. പിന്നെന്താ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്, അതിന്റെ ആ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റുമായിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് മത്സര രീതിയിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിന്റെ ഗ്രോത്ത് റേറ്റ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രോത്ത് റേറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ രീതിയിലുള്ള തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻസ്, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എക്സെട്ര. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് തരുന്നത്, ഫീഡ്ബാക്ക് തരുന്നത് അല്ലെ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫീഡ്ബാക്ക് തരുന്നത് എന്തിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആണ്, കൺസ്യൂമേഴ്സ് റിയാക്ഷൻസ്, അവരുടെ പ്രതികരണം എങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ, വാണ്ട്സ്, ആവശ്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ പാക്കേജ്, എങ്ങനെ പാക്കേജ് ചെയ്യണം, എങ്ങനെ ബ്രാൻഡിങ് ചെയ്യണം എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം എന്താണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി അങ്ങനെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഐഡിയകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താ, ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് എന്ത്, ടെസ്റ്റ് മാർക്കറ്റിംഗ്. കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും, നമ്മളിപ്പോ ഏത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ ഒരു സാമ്പിളുകൾ നമ്മൾ ആദ്യമായിട്ട് ഇറക്കി നോക്കും. ഓക്കെ, അപ്പൊ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഇപ്പോ എന്താ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോ ഷാംപൂന്റെ ചെറിയ ചെറിയ പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. 5 രൂപയുടെ പാക്കറ്റ്, 2 രൂപയുടെ പാക്കറ്റ്, 1 രൂപയുടെ ഷാംപൂ ഇല്ലേ.
അപ്പൊ നമ്മളത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1 രൂപയാണ് അല്ലെ, വില കുറവാണ്, നമ്മൾ വാങ്ങാറുണ്ട്. നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ, നമ്മൾ വാങ്ങിക്കാറുണ്ട്. നമ്മളത് വാങ്ങിക്കുന്നു, നമ്മളത് യൂസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, അപ്പൊ ആളുകൾ പിന്നെയും പിന്നെയും അത് വാങ്ങിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾ അട്രാക്ട് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ടെസ്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? 6th ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, കമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ ഓഫ് മാർക്കറ്റിംഗ്. നമ്മള് ആദ്യം ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെ ചെറിയ ചെറിയൊരു സാമ്പിൾസ് ആക്കി കൊടുത്തത് ഈ കമേഴ്സ്യലൈസേഷൻ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്താക്കി, അത് ഫുൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനിലേക്ക്, ഫുൾ ബോട്ടിലാക്കി പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിൽ ഇറക്കുന്നു. ഓക്കെ, അത്തരം ഉള്ള സ്റ്റെപ്പുകളാണ് 6 സ്റ്റെപ്പ് വരെ നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ, അതിനുശേഷം സ്ക്രീനിങ് നടത്തുന്നു, അതിനുശേഷം ബിസിനസ് അനാലിസിസ്, ശേഷം പറഞ്ഞത് എന്താണ്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, കമേഴ്സ്യലൈസേഷൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കിയേ. The hospital marketing functions has been broadly adopted as a way to learn about market, attract scientific resources, sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചില ടെക്നോളജീസ്, ചില സർവീസസ് ഒക്കെ നമ്മൾ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ സർവീസസ് ഒക്കെ അവിടുത്തെ കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആക്കി കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ടു ലേൺ അബൌട്ട് ദ മാർക്കറ്റ് അല്ലെ. ഇപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മുടെ നാട്ടില് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സർവീസുകൾ ഒന്നിനോടൊന്ന് മെച്ചമായിരിക്കും ഇല്ലേ.
അവിടുത്തെ സർവീസുകൾ, ടെക്നോളജീസ്, നല്ല രീതിയിലുള്ള കെയറിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ ആളുകൾ വരുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ആ ഹോസ്പിറ്റലില് ആളുകൾ വരാൻ സാധ്യതയില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കെയറിങ്, നല്ല രീതിയിലുള്ള സർവീസുകൾ, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള ടെക്നോളജി ഒക്കെയാണ് ഈ ആളുകൾക്ക് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണ് അവിടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇപ്പൊ എങ്ങനെയാണ് ഓരോ ഹോസ്പിറ്റലും സർവീസ് കൊടുക്കുന്നത്, ഏത് പുതിയ തരത്തിലുള്ള ടെക്നോളജീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, പുതിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ഗവേഷണം നടത്താം അല്ലെ. മാർക്കറ്റിൽ, ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാം. പിന്നെന്താ പറയുന്നത്, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. അവിടെ ഉള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കാം? അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ട റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊടുക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ. വെരി ഗുഡ്. പേഷ്യൻസിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. പിന്നെന്താ, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ability of such goods to those who may be able to buy such services. അതുപോലെ തന്നെ അവിടെ എന്താണ്, ഉചിതമായിട്ടുള്ള സർവീസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന്, അവിടെ വരുന്ന പേഷ്യൻസിന് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള സർവീസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സർവീസുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോ ഓരോ ഹോസ്പിറ്റലിലും ആഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. പുതിയ പുതിയ ഫെസിലിറ്റീസ് ഉണ്ട്, പുതിയ ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ ആരൊക്കെയാണ്, അവിടെ കൊടുക്കുന്ന സർവീസുകൾ, അവര് കൊടുക്കുന്ന കെയർ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒക്കെ ആഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? കാണാൻ പറ്റാറുണ്ടോ? ഹോസ്പിറ്റൽസിലെ ആഡ്സുകളൊക്കെ നമ്മൾ കാണാറില്ലേ? അപ്പൊ എന്താണ്, അതുമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ. അവർക്ക് എന്താണ്, അപ്പൊ നമ്മൾ ആഡ്സുകൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ എന്നുള്ളത് ഒരു പ്രമോഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവർക്ക് നമ്മളുടെ എന്താണ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന് അത് അറിയിക്കുകയാണ് ചെയ്യുന്നത് അവർ അതിലൂടെ. ഓക്കെ, ഇനി എന്താ, അപ്പൊ അവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടത്. ടു ലേൺ അബൌട്ട് മാർക്കറ്റ്, അട്രാക്ട് സയന്റിഫിക് റിസോഴ്സസ്, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ availability of such goods, those who may be able to buy such services. ഓക്കെ, ഇത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പുകളാണെന്ന് പറഞ്ഞു, ഓരോന്നും നമുക്ക് എടുത്ത് പഠിക്കാം. എന്താണ് ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ? മാർക്കറ്റിംഗ് പ്ലാനിങ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പാണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന്റെ എലമെന്റ്സ് ആണ് നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. കൺജസ്റ്റഡ് ആയിട്ടാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നും കൊടുത്തിട്ടില്ലേ. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാല് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ, അത്രയല്ലേ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അങ്ങനെയാണോ? അല്ലെങ്കിൽ സ്ക്രീനിലുള്ള പോലെ കൺജസ്റ്റഡ് ആയിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണോ? അല്ല. ഓക്കെ, ഇനി എന്താ തേർഡ് വൺ എന്ന് പറയുന്നത് അനലൈസ് റിസർച്ച്. ഫോർത്ത് വൺ ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഫിഫ്ത് വൺ ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. സിക്സ്ത് വൺ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. സെവൻത് വൺ ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. അത്രയും കാര്യങ്ങൾ, 7 കാര്യങ്ങളാണ് കേട്ടോ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓരോന്നും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ഇത് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. നോക്കാം. Set truthful and measurable aims to achieve over the next 18 to 24 months. Due to the swift change happening in the healthcare environment, we do not suggest planning
specific activities more than 2 years in advance. Okay. ഇവിടെ പറയുന്നത് നമ്മള് ഒരു ഹോസ്പിറ്റലില് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സർവീസ് പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മള് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സത്യസന്ധമായിട്ടും ട്രൂത്ത്ഫുൾ അല്ലെ, ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ, സത്യസന്ധമായിട്ടും അളക്കാവുന്ന രീതിയിലും ആയിരിക്കണം ലക്ഷ്യം. ഓക്കെ, സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ നമുക്ക് അളന്നെടുക്കുന്ന രീതിയിലുമായിരിക്കണം ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു സർവീസ് നടത്താനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കാൻ പോകുന്നു എന്ന ലക്ഷ്യം നമുക്ക് നേരത്തെ ഒരു ലക്ഷ്യം എയിം ഉണ്ട് അല്ലെ. ഇപ്പോ ഇന്ന വർഷമാകുമ്പോ ഇന്ന സർവീസ് അല്ലെങ്കിൽ പുതിയൊരു ഫെസിലിറ്റീസ് കാര്യങ്ങൾ തുടങ്ങണം, ഇതൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാല് 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ലക്ഷ്യം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 18 to 24th month എന്ന് പറഞ്ഞാൽ എന്താണ്, 2 വർഷത്തിനുള്ളില് നേടിയെടുക്കാൻ പറ്റിയ ലക്ഷ്യമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇന്ന ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതെന്താണ്, ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവരണം അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം എന്ന് തോന്നിക്കഴിഞ്ഞാല് അത് 2 വർഷത്തിനുള്ളിൽ, മാക്സിമം 2 വർഷം വരെ ആകാനായിട്ട് പാടുള്ളൂ. ആ 2 വർഷത്തിനുള്ളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, 2 വർഷത്തിനുള്ളിൽ അത് നേടിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ടോ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ സിഫ്റ്റ് ചേഞ്ചസ് ആണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലകളിൽ വരുന്നത് അല്ലെ. നമ്മളിപ്പോ വിചാരിച്ചു 2 വർഷത്തിനുള്ളിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അപ്പൊ എന്താണ്, നെക്സ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നോക്കുമ്പോൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, അവിടേക്കായിരിക്കും ആളുകൾ പോകുന്നത്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ടാവില്ല, നമുക്ക് അത് ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ ആളുകൾ പോകാനായിട്ട് ഇടവരും അല്ലെ. നല്ല രീതിയിലുള്ള സർവീസുകൾ, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇടവരും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലക്ഷ്യം, നമ്മളൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കുന്ന രീതിയിലായിരിക്കണം, ആ ലക്ഷ്യം നേടിയെടുക്കുന്ന രീതിയിലായിരിക്കണം നടത്താനായിട്ട് നോക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിഫ്റ്റ് ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനായിട്ട് തയ്യാറായിരിക്കണം നമ്മൾ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യന്റ് seen in the practice by 5% within the first 6 months and 10% by the end of first year. Expand your growth revenue by 30% within the 24 months. അപ്പൊ 2 വർഷത്തിനുള്ളിൽ എത്ര പെർസെന്റേജ് ജനങ്ങൾ അവിടെ വേണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഫെസിലിറ്റീസോ കാര്യങ്ങളോ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല, അവിടെ ജനങ്ങള് അല്ലെ ഈ പേഷ്യൻസ് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോക്കിയേ, എക്സ്പാൻഡ് number of few patients seen in the practices of a 5% within the first 6 months. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ 5% പേഷ്യൻസ് അവിടെ വരണം. ഇനി അതിന്റെ ലാസ്റ്റ് ഇയർ ആകുമ്പോ പേഷ്യൻസ് എത്രമാത്രം നമ്മൾ ഗ്രോത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പെർസെന്റേജ്, 10%ഓളം. ആദ്യത്തെ 6 മാസം 5% ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ആകുമ്പോ എത്ര പെർസെന്റേജ് വേണം, 10% പേഷ്യൻസ് അവിടെ വരണം. ഇനി 24 മന്ത് 2 വർഷത്തിനുള്ളിൽ എത്ര പെർസെന്റേജ് ആവണം, 30% പേഷ്യന്റ് അവിടെ വരണം. എന്നിരുന്നാലും നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ല രീതിയിലുള്ള ഇൻകം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ളൂ അല്ലെ. അത്രയും നമ്മള് കൊണ്ടുവരണം അവര് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഗോൾ എന്ന് പറഞ്ഞാല് സെറ്റ് അല്ലെ, സെറ്റായ ഗോൾ സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ?
ഒരു ഹോസ്പിറ്റലില് ഒരു ടെക്നോളജി നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, അത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട രീതിയിൽ വേണം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സെറ്റ് ചേഞ്ച് ആണ് ഹെൽത്ത് കെയർ മേഖലകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഗോള് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഏതൊരു ടെക്നോളജി ആയാലും, ഏതൊരു ഇന്നോവേഷൻ ആയാലും, ഏതൊരു സർവീസ് ആയാലും, ഏതൊരു ഫെസിലിറ്റി ആയാലും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കണം. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്ലാനിങ് എലമെന്റ്സ്, സെറ്റിംഗ് മാർക്കറ്റിംഗ് ഗോൾ, ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കാം. അയച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. നെക്സ്റ്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഓക്കെ, ഒരു പുതിയൊരു സേവനം തുടങ്ങണമെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് നടത്തണം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം അല്ലെ. മാർക്കറ്റിലെ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലാണ് ഏതാണ് നമുക്ക് കൂടുതൽ സെയില് കിട്ടുന്നത്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലാകുമ്പോൾ ഒരു പുതിയ സേവനം അല്ലെങ്കിൽ പുതിയൊരു സർവീസ്, പുതിയൊരു ഫെസിലിറ്റി തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാർക്കറ്റ് റിസർച്ച് ഈസ് the process of systematically collecting, recording and examining data and information. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ് ആണ് അല്ലെ. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്ത്, അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്ത്, എക്സാമിനേഷൻ നടത്തി,
അതിനൊരു നല്ലൊരു റിസർച്ചിലേക്ക് എത്തുന്നു. അതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു സെയിൽ, നമ്മളിപ്പോ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ സോപ്പ് നിർമ്മിക്കുകയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് ഗവേഷണം നടത്തണം. ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ഉള്ള, എത്തരത്തിലുള്ള റേറ്റ് ആണ്, അല്ലെ, അങ്ങനെയുള്ള എത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള, എത്തരത്തിലുള്ള ബ്രാൻഡുകളാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, എത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള സോപ്പാണ്, ഏത് തരത്തിലുള്ള ഫ്ലേവർ ആണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സേവനം അല്ലെങ്കിൽ ഒരു സർവീസ് തുടങ്ങുകയാണെങ്കിൽ, പുതിയതായിട്ട് ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യുകയും അതൊന്ന് റെക്കോർഡ് ചെയ്ത് അത് വിലയിരുത്തി അല്ലെ, എക്സാമിനിങ് നടത്തി നല്ലൊരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിരിക്കാം, ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ, അബൌട്ട് കൺസ്യൂമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, കൺസ്യൂമേഴ്സ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ മൂന്ന് പേരെയും കുറിച്ചിട്ട് അല്ലെ, കൺസ്യൂമേഴ്സിനെ, കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളെ എതിരാളികൾ വെച്ചാല് മറ്റു ഹോസ്പിറ്റലുകാര്. അതുപോലെ തന്നെ മാർക്കറ്റ് അല്ലെ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്താ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു decide when portion of population will buy a product or service based on variables such as age, gender, location and income level. നമ്മളിപ്പോ മാർക്കറ്റിൽ ഇപ്പോ ഒരു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് നമ്മളൊരു പുതിയൊരു സർവീസ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോ എത്തരത്തിലുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് ഏജ് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, അഡൽറ്റിനാണോ അല്ലെങ്കിൽ ഓൾഡ് പീപ്പിൾസിനാണോ അല്ലെങ്കിൽ ചിൽഡ്രൻസിനാണോ എന്നുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ തുടങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഫേസ് ക്രീം ആണെങ്കിൽ ഏതൊക്കെയാണ് ആളുകളെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്, കൂടുതലായിട്ട് ഫേസ് ക്രീം യൂസ് ചെയ്യുന്നത് ലേഡീസ് ആയിരിക്കാം അല്ലെ. ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാട്ടോ സിനും. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഫേസ് ക്രീം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫേസ് ക്രീം ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്, മെൻസ് ആണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലേഡീസ് ആണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ലേഡീസ് ആണ് കൂടുതലായിട്ട് ഫേസ് ക്രീം അല്ലെ, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മള് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, ഏജ് ഗ്രൂപ്പ്, ഏജ് നോക്കാം, ജെൻഡർ, ലൊക്കേഷൻ, അവരുടെ ഇൻകം ലെവൽ അല്ലെ. ഹോസ്പിറ്റലൊക്കെ പുതിയ സർവീസുകൾ, ഫെസിലിറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ അവരുടെ ഇൻകം ലെവൽ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മള് ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കാനായിട്ട്. ഏതൊക്കെയാണ്, ഏത് ലെവലാണ് എന്നുള്ളത്, ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മള് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ സേവനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്, സേവനത്തിന് അല്ലെ കൂടുതലായിട്ട് വരുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. പിന്നെ എന്താ പറയുന്നത്, മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, അണ്ടർലൈൻ ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ എന്താ വരുന്നത്, ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഈ ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഷാംപൂസിന്റെ ചെറിയ ഷാംപൂസ് നമ്മൾ ഇറക്കുമല്ലോ, ചെറിയ പാക്കറ്റുകള്. പിന്നീട് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തി അത് ആളുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടോ, അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ബോട്ടിലുകളിലാക്കിയിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് തുടങ്ങും. അപ്പം സെക്കൻഡറി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെ വരുന്നുണ്ട്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ മാർക്കറ്റ് റിസർച്ച് രണ്ട് രീതിയിലുണ്ട്, പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്.
പ്രൈമറി ഏതൊക്കെ വരുന്നുണ്ട്, സെക്കൻഡറി ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് analyze the research. Okay, examining the raw data, we gather and brief it into meaningful findings that will be the basis of deciding which marketing strategies make the most sense and will get the best result for your practice. അപ്പൊ എന്താ പറയുന്നത്, ഈ മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കണ്ടെത്തിയ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സാമിനിങ് ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്, അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഇല്ലേ. ഇപ്പൊ എനിക്കുള്ള അഭിപ്രായമായിരിക്കില്ല ആർക്ക്, ക്രിസ്റ്റീനയ്ക്കുള്ള അഭിപ്രായമായിരിക്കില്ല അലനുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിലും ഇൻഡിവിജ്വൽസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഉള്ള അഭിപ്രായം, പലർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. ആ ഫൈൻഡിങ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 4 തരത്തിലുള്ള സ്ട്രാറ്റജീസ്. ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് നമ്മുടെ മാർക്കറ്റില് ആ സർവീസ്, നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ചിന്തിക്കാവുന്നതാണോ. ആ പ്രൊഡക്റ്റ്, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് അത് മാർക്കറ്റിൽ സക്സസ് ആവുന്നത് എന്നുള്ളത് നോക്കാം. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മളൊരു പുതിയൊരു സർവീസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ, പുതിയൊരു ഫെസിലിറ്റീസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം മാർക്കറ്റ് റിസർച്ച് നടത്താം. ആ മാർക്കറ്റ് റിസർച്ചിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മൾ വിലയിരുത്തി എക്സാമിൻ ചെയ്തു. അതിൽ നിന്ന് പലർക്കും പലരുടെ അഭിപ്രായങ്ങളാണ് അല്ലെ, പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. ആ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മളൊരു ഫൈൻഡിങ്സിലേക്ക്, കണ്ടെത്തലിലേക്ക് എത്തുന്നു. ആ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഫൈൻഡിങ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഏത് 4 രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ട്രാറ്റജീസിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് നമ്മുടെ ഈ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെസിലിറ്റി സക്സസ് ആവാം എന്നുള്ളത് നോക്കുന്നു. ഇനി എന്താ പറയുന്നത്, the research will identify the requirements and needs of your current and potential patients and will help you explaining your target audience. അപ്പൊ എന്താണ് പറയുന്നത്, നിലവിലുള്ള ട്രീറ്റ്മെന്റുകള് ഓഡിയൻസ്, ഇനി വരാൻ പോകുന്ന ഓഡിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നിലവിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പുതിയൊരു സർവീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകുന്ന പുതിയ ഓഡിയൻസ് ഉണ്ടാവും അല്ലെ. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ടാർഗറ്റ് ഓഡിയൻസ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് സെഗ്മെന്റ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. അനാലിസിസ് വഴി അതിനെ സഹായിക്കുന്നുണ്ട്. ഈ അനാലിസിസ് വഴിയാണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത്, ഇനി നമ്മൾ ആ ഹോസ്പിറ്റലില് ഈ സർവീസ് അല്ലെങ്കിൽ ടെക്നോളജി തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസുകളെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പേഷ്യൻസിനെയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഈ അനാലിസിസ് വഴി നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, this is also the right to time to look back the goals you were chosen. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഇത് ഈ അനാലിസിസിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള തീരുമാനം അല്ലെ. ലക്ഷ്യം ഏതാണ്, ലക്ഷ്യത്തിലേക്ക് ഏത് ലക്ഷ്യമാണോ അത് നമുക്ക് അതിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ്. കറക്റ്റ് ആണോ ഇല്ലയോ, നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ ഏതാണ്, കറക്റ്റ് ആയിട്ടുള്ള ഗോൾസ് ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഒന്ന് തിരിഞ്ഞു നോക്കാൻ
എത്താനായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അനാലിസിസിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ ലക്ഷ്യം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു തിരിഞ്ഞു നോട്ടമാണെന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ എന്താണ് based on your research findings, you may need to change some of your goals. ഇനി നമ്മുടെ ഈ ഫൈൻഡിങ്സ് വെച്ചിട്ട് ഗോൾസുകൾ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമുക്ക് ആ ഗോൾസിൽ മാറ്റം വരുത്താം. പേഷ്യൻസിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കൊണ്ട് നമുക്ക് പല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. It help to analyze the some key questions. Okay, ഇനി എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. What are the similarities and dissimilarities between your practice and your competitors? Okay, നമ്മുടെയും അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെയും സിമിലാരിറ്റി എന്താണ്, അതുപോലെ തന്നെ ഡിസിമിലാരിറ്റി എന്താണെന്നുള്ളത് കേട്ടോ. ഇനി എന്താണ് വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മളെ അവരിൽ നിന്ന്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് വ്യത്യസ്തരാക്കുന്നത്. ഇനി എന്താ പറയുന്നത്, if your location more desirable than you competitors. അപ്പൊ എന്താണ്, നമ്മുടെ ഈ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നമ്മളാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്മാര് വേറെ ഉണ്ടാവുമല്ലോ നമുക്ക്, അപ്പൊ അവരെക്കാട്ടും നമ്മളാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഡു യു promise the broader scope of service than the competition. എന്താണ്, അവരെ നൽകുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല രീതിയിലുള്ള സർവീസുകളാണോ നമ്മൾ മറ്റുള്ളവർക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെന്താ, ഈസ് there a service you provide that no one else in the community presently offers? എന്താണ്, ആരും നൽകാത്ത നല്ല രീതിയിലുള്ള സേവനമാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഗോൾസിലേക്ക് എത്താനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്തണം എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയേ. മാർക്കറ്റ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ അനലൈസ് ദ റിസർച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, അതുപോലെ തന്നെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, മൂന്നാമത് പറഞ്ഞത് അനലൈസ് ദ റിസർച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ വരുന്നത് എന്താണ്? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തൊട്ട് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നോക്കാം. Target audience might consist of a patient of a certain age, gender, location, prior type or patient. എന്താണ്? ഐഡന്റിഫൈ ദ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. വ്യത്യാസം ഉണ്ടോ നിങ്ങളില്? PDF വ്യത്യാസം ഉണ്ടോ? Okay, നോക്കാട്ടോ. Or patients with certain clinical requirements. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഐഡന്റിഫൈ ചെയ്യാം അല്ലെ, ടാർഗറ്റ് ഓഡിയൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഇനി എന്തൊക്കെ നോക്കണം അതിനകത്ത്? ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പല ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾ റിക്വയർമെന്റ്സ് അല്ലെ, ക്ലിനിക്കൽ മറ്റേതെങ്കിലും ആവശ്യങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിലപ്പോ ഒരു ഫേസ് ക്രീം ആണെങ്കിൽ ലേഡീസ് ആയിരിക്കാം. അതുപോലെ തന്നെ ചെറിയ പാരസെറ്റാമോളിന്റെ സിറപ്പ് ആണെങ്കിലോ കുഞ്ഞു കുട്ടികളെ മുൻപിൽ കണ്ടുകൊണ്ടാണ് അല്ലെ എന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാല് ചിൽഡ്രൻസ് ആണ്. അപ്പൊ അവരെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. If we want to treat young athletes, we might consider giving top on sports safety and first aid tips to coaches and athletes at the local high schools, colleges and YMCAs എന്ന് പറഞ്ഞാല് YMCAs എന്ന് പറഞ്ഞാല് എന്താണ് യൂത്ത് ഓർഗനൈസേഷൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അവിടെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് യങ് ആയിട്ടുള്ള എന്താണ് ഈ യൂത്ത് അത്ലറ്റ്സിനൊക്കെ അവർക്കൊരു സർവീസ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ആദ്യം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ പഠിപ്പിക്കുന്ന കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുള്ള എന്താണ് ചർച്ചകൾ നടത്തി അതിലൂടെ അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്താണോ ഫസ്റ്റ് എയ്ഡ് ടിപ്സ് എങ്ങനെയാണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സർവീസ് കൊടുക്കാനായിട്ട് തയ്യാറാകണം. ഇപ്പൊ ടാർഗറ്റ് ഓഡിയൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ അതിൽ കൊടുത്തിരിക്കുന്നതാണ്. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ യങ് ആയിട്ടുള്ള അത്ലറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അല്ലെ. അത്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് അത്ലറ്റ്സ്? ആരാണ് കായിക പരിശീലനം നൽകുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അത്ലറ്റ്സ്, അപ്പൊ അവരാണ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ടോക്ക് ഓൺ സ്പോർട്സ് സേഫ്റ്റി, അവരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ടിപ്സുകൾ അല്ലെ. അങ്ങനെ അവരോട് ചോദിച്ച് അവരുടെ കോച്ചിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജസ്റ്റ്
അതുപോലെ തന്നെ നമുക്കും നമ്മൾ എന്താണ് വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇപ്പൊ പാരസെറ്റാമോളിന്റെ സിറപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സിറപ്പ് ഉണ്ടാക്കുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? കുഞ്ഞു കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫേസ് ക്രീം എടുക്കാം. ഫേസ് ക്രീം എടുത്തു കഴിഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചിട്ടാണ്? നമ്മൾ കൂടുതലും ലേഡീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒരു പ്രത്യേക രീതിയിലുള്ള ഏജ് അല്ലെ, ജെൻഡർ, അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളാകുന്നതാണ് അവരുടെ ഏജ് ഗ്രൂപ്പ്, അതുപോലെ ജെൻഡർ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാം കേട്ടോ. എലമെന്റ്സ് ഓർഡറില്ല, സ്റ്റെപ്പ് വൈസ് ആണ് എലമെന്റ്സ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. സ്റ്റെപ്പ് ആണ് ഓർഡറിൽ പഠിക്കേണ്ടത് കേട്ടോ. ബാക്കില് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.